ഏട്ടാ ചായ. വേറെ വെച്ചേക്ക് മോളെ. ആ ഇതുവരെ കഴിഞ്ഞില്ല ഏട്ടാ. ഇപ്പം കഴിയും മോളെ. അച്ഛൻ എഴുന്നേറ്റാ? ആ അച്ഛൻ എപ്പോഴും എഴുന്നേറ്റ്. എന്നാൽ മോളെ ഒന്ന് റെഡിയായിട്ടെ ഭക്ഷണം എടുത്ത് വെക്ക്. ഏട്ടൻ അപ്പോഴേക്കും കുളിച്ച് റെഡിയായിട്ട് വരാം. ശരി ഏട്ടാ. അച്ഛാ, ഇനിയെങ്കിലും എൻ്റെ മകളുടെ അസുഖം മാറിയാൽ മതിയായിരുന്നു. അച്ഛൻ വിഷമിക്കണ്ട അച്ഛാ, എല്ലാം ശരിയാവും. ഞാൻ ജീവിക്കുന്നതന്നെ അവൾക്ക് വേണ്ടിയിട്ടല്ലേ. അച്ഛനുള്ള മുഖത്തേക്കൊന്ന് നോക്കിയേ, എന്ത് സന്തോഷം. എല്ലാം ശരിയാവും. അച്ഛൻ കഴിക്കും. വേമ്പ ഇന്നലെടാ അവളെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ടത്. അവരെ രാവിലെ ബസ് കയറ്റിയിട്ട് വന്നേടാ. ആ പഴയതുപോലെ എനിക്ക് അവളെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഇല്ലടാ, അവള് നമ്മുടെ പഴയ ആദരക്കുട്ടിയായിട്ട് തന്നെ തിരിച്ചു വരും. നീ വിഷമിക്കാതിരി. മോളെ, മോളെ ആ ഞാനാ. എന്തായി? ആ എല്ലാം മാറിയെന്ന് ഡോക്ടർ പറഞ്ഞേട്ടാ. ആ ആ ഇനിയിപ്പോ എനിക്ക് പഴയതുപോലെ സ്കൂളിലൊക്കെ പോവാന്നാ പറഞ്ഞത്. മോളെ അച്ഛനൊന്ന് ഫോൺ കൊടുത്തേ. ആ അതേ കൊടുക്കാവേ. കേക്കാവോ? ഹലോ അച്ഛാ, ആ മോനെ പറ. എന്തായി? എന്ത് പറഞ്ഞു ഡോക്ടർ? ആ കുഴപ്പമൊന്നുമില്ല, ഡോക്ടറെ കാണിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ. ആണല്ലേ? ആ വേറെന്താ പറഞ്ഞു ഡോക്ടർ? മോനെ 6 മാസം കഴിയുമ്പോൾ ഒന്നും കൂടെ ചെക്കപ്പിന് കൊണ്ടുവരാൻ പറഞ്ഞു. അടുത്ത മാസം ഒന്നും കൂടെ ചെക്കപ്പിന് കൊണ്ടുവരാൻ പറഞ്ഞു. ആ എന്നിട്ട് അവളെന്തേ? അവളിപ്പോൾ ഭയങ്കര സന്തോഷത്തില്ല. ഇത് എന്നെ മുമ്പ് പോകുന്നുണ്ട്. നിങ്ങൾ വെച്ചൊരു കാര്യം ചെയ്യും, ആ. പോയി ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ബസ് കയറിയോ. ആ ശരി മോനെ. ശരി എന്നാ.
അത്യാവശ്യമാണ് എടുത്തോ കേട്ടോ, കുഴപ്പമില്ല. ഹലോ മോൻ എവിടെയാ? അച്ഛാ ഞാനേ ഒരു ഓട്ടത്തേക്ക് വീട്ടിലോട്ട് നോക്കോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ആ ശരി അച്ഛാ, ശരി. ആ മോനെ. അച്ഛാ! ഇതായി അവിടെ തീർന്നടാ. കാലോട്ട് പാടാൻ മയിലേ. എടാ നീ എവിടെ നിൽക്കടാ? ആ പറയടാ, എന്ത് പറ്റി? എടാ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോഴേ അച്ഛനോളും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ എന്നിട്ട്? ഇല്ല, ഞാൻ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞായിരുന്നു. ഇതൊരു വീട്ടിലെത്തി. ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഏ? എനിക്കെന്തോ ആ പേടിയാവുന്നു. നീ എവിടെ നിൽക്കുക? നീ വെറുതെ ടെൻഷൻ അടിക്കാതിരി. ഇങ്ങോട്ടൊന്ന് വരുമോ? ഞാൻ വരാം, ഞാൻ ഇവിടെ ഉണ്ട്. ആ, ഞാൻ ശരി. വരാം. ആ ഓക്കേടാ, ഓക്കെ. എടാ അച്ഛൻ അച്ഛാ, 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 അമ്മോ അമ്മോ. അരവിന്ദേ അച്ഛാ! ആടാ, നീയായിരുന്നപ്പാ? നീ എന്തുവാടാ ഈ വീട്ടിൽ തന്നെ ഇരിപ്പാണ്? പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങ്. എന്തുവാടാ ഇത്? ഇവിടെ ലൈറ്റ് ഫാനൊന്നും ഇല്ലേ? നീ ഇങ്ങനെ ഇരുന്നോ, ആരോട് പറയാൻ. ഡാ, കോടതി അവരെ വെറുതെ വിട്ടു. നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന്മാരെ പണത്തിനും പ്രതാപത്തിനും മുമ്പിൽ കേസെല്ലാം തേഞ്ഞു വാഞ്ഞു പോയി. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നഷ്ടപ്പെട്ട നമുക്കല്ലടാ. നിനക്കറിയാലോ ഞാൻ അവളെങ്ങനെ നോക്കി. ആരും ഇല്ലാതാക്കിയില്ലേ, ഒന്നും ഇല്ലാതാക്കിയില്ലേ. എൻ്റെ കുഞ്ഞിനെ വന്ന ഗതി ഇനി ഒരാൾക്കും ഉണ്ടാവരുത്. നീ പറഞ്ഞു വരുന്നത് തീർക്കണ്ടടാ അവന്മാരാ, കൊല്ലണം. ഇത് അവക്ക് വേണ്ടി മാത്രമല്ലടാ,
ഇനി ഒരു പെണ്ണിന് ഗതി ഉണ്ടാവരുത്. കൊല്ലണോടാ. ഇങ്ങോട്ട് ഇറങ്ങണം. പിടയ്ക്കാതെ ഇടണം. കിടന്ന് കൊണക്കാടാ. നീ ഇല്ലാതാക്കിയത് എന്റെ കുടുംബത്തെ മാത്രമല്ലടാ, ഒരു പാവം പെൺകുട്ടിയുടെ സ്വപ്നങ്ങളും മോഹങ്ങളും കൂടിയാ. ഇനിയൊരു കുടുംബത്തിൽ ഒരു പെണ്ണിന് ഗതി ഉണ്ടാവരുത്. അതുകൊണ്ട് നിന്റെ ജീവൻ ഞാനിങ്ങ് എടുക്കുവാടാ. ചാവടാ നാറി. പിതാവിനെ തലക്കടിച്ച് മകളെ പീഡിപ്പിച്ച് കൊന്ന കേസിലെ കോടതി വെറുതെ വിട്ട പ്രതികളെ വർഷങ്ങൾക്ക് ശേഷം ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ചായ ആ എന്തോ ഈ പേപ്പറിനകത്ത് ഇത്രയായിട്ട് വായിക്കുന്നത്. വേറൊന്നുമല്ല അനുച്ചേട്ടാ, അന്ന് ഒരു അച്ഛനെ മകളെ കൊന്നില്ലായിരുന്നു. അവന്മാരെ ആരോ തല്ലിക്കൊന്ന് റെയിൽ ട്രാക്കിൽ ഇട്ട് അങ്ങനെ അല്ലേലും ഉമാർക്ക് ചാകറുള്ളവന്മാർ തന്നെ. ഇതൊക്കെ എത്രയേ ഉള്ളൂ. കാര്യമൊന്നുമില്ലല്ലോ. അത് തന്നെ. പുറത്ത് 2 ചായ അല്ലേ? ഇതാ വരുന്നേ.